എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 3 വാക്യം. നീതി കെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ. രണ്ടാമത്തെ വാക്യത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശം എന്താണ്, അവരുടെ ഓഹരി എന്താണ്, അല്ലെങ്കിൽ ദൈവം മുൻപാകെ ആഴമായി നിയമം ചെയ്ത് ആ നിയമത്തെ കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ചില നന്മയുടെ വാഗ്ദത്തങ്ങളും നിത്യതയുടെ വാഗ്ദത്തവും അവർക്ക് പ്രാപിപ്പാൻ തക്ക തലത്തിൽ അവകാശമായി നിലനിൽക്കുമ്പോൾ തന്നെ തിന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഓഹരി എന്താണ്, അവരുടെ പ്രതിഫലം എന്താണ്, അവരുടെ അവകാശം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ അവകാശവും ഓഹരിയും എന്ന് പറയുന്നത് തിന്മയും നാശവും ദുഃഖവും കഷ്ടതയുമാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു ബെൽശസ്സർ രാജാവിനെ കുറിച്ച് കാണുന്നുണ്ട്. തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളൊക്കെ തൻ്റെ കൊട്ടാരത്തിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ബെൽശസ്സർ ആനന്ദമുണ്ടായപ്പോൾ, സന്തോഷ നിമിഷം വന്നപ്പോൾ വിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞു പകർന്നു കുടിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിട്ട് ആളുകളോട് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൊൻവെള്ളി പാത്രത്തിനുള്ളിൽ വീഞ്ഞൊഴിച്ച് കൊടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനൊരു എഴുത്ത് തൻ്റെ മുമ്പിൽ ചുവരിൽ കാണുന്നുണ്ട്. ആ എഴുത്തിൽ എഴുതിയത് മെനെ മെനെ തെക്കേൽ ഊർഫസി. കാര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോകുകയാണ് എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. ബാബേലിനെ ഭരിക്കേണ്ട ബെൽശസ്സർ രാജാവിൻ്റെ ജീവിതത്തിൽ അതും നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ, കൽദേ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിൽ തൻ്റെ നീതികെട്ട പ്രവൃത്തിയായിരുന്നു, ദൈവം മുൻപാകെ താൻ ചെയ്ത അനീതിയുടെ ഫലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നന്മ പ്രവർത്തിക്കുന്നവന് നന്മയുടെ ഓഹരിയും തിന്മ പ്രവർത്തിക്കുന്നവന് തിന്മയുടെ ഓഹരിയുമാണ് ദൈവം വെച്ചിട്ടുള്ളത്. റോമലേഖനം 2 അധ്യായം അതുകൊണ്ടാണ് പറയുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരുന്നു. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ഉണ്ടാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നീതികേടാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, കഷ്ടവും സങ്കടവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓഹരിയായി വരുന്നു. അല്ല, നാം നന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് മഹത്വവും മാനവും സമാധാനവും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. നന്മ പ്രവർത്തിച്ച് നന്മയുടെ ഓഹരി പ്രാപിപ്പാൻ നമ്മെ സമർപ്പിക്കാം, അതിനായി നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, തിന്മ പ്രവർത്തിച്ച് കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരായിട്ടല്ല, നന്മ പ്രവർത്തിച്ച് മഹത്വവും മാനവും സമാധാനവും അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.